യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം വചനം. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ഇന്നലെ നമ്മൾ ഈ മകളുടെ ആഴമായ ഗാഢസ്നേഹത്തെയും അതിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായി സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങുന്നു. ഇന്ന് ഈ മകൾ സുവിശേഷം പ്രഘോഷിക്കുന്ന വിധത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവള് യേശുവിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമേ വിശ്വസിക്കാൻ പറയുന്നില്ല, ക്ഷണിക്കുകയാണ്. കം ആൻഡ് സീ. ഇത് ഇവളുടെ വലിയൊരു ബോധ്യത്തിൽ നിന്നാണ്. യേശുവിനെ കണ്ടാൽ മതി, കണ്ടാൽ ആര് കണ്ടാലും അവരുടെ ജീവിതം മാറുമെന്നുള്ള ഒരു വലിയ ആഴമായ ബോധ്യത്തിൽ നിന്നാണ് അവൾ പറയുന്നത്. വാ കാണ്. അങ്ങനെ വിളിക്കാൻ മാത്രം അനുഭവമുണ്ടായിരുന്നു, വ്യക്തിപരമായ അനുഭവം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് യോഹന്നാൻ 1 യോഹന്നാൻ 1:2 നമ്മൾ വായിക്കുന്നത്. 1 യോഹന്നാൻ 1:2. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. അത് പ്രഘോഷിക്കാൻ അതിൻ്റെ ഉറവിടം എങ്ങനെയാ? 1 യോഹന്നാൻ 1:1. 1 യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. 1 യോഹന്നാൻ 1:3. 1 യോഹന്നാൻ 1:3. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾക്ക് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും. ഈ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പിതാവിനോടും ഈശോയോടും കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പങ്കുവെക്കാതെ പറ്റില്ല. ഇത് തന്നെയാണ് ആദ്യ ശിഷ്യന്മാരിലും ഉണ്ടായിരുന്നത്. അവരും ഇത് തന്നെയാണ് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് കാണ്, ഇതാണ് പറയുന്നത്. ആദ്യ ശിഷ്യന്മാരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് യോഹന്നാൻ 1-ാം അധ്യായത്തിലുണ്ട്. അതിൽ പ്രത്യേകിച്ച് 46-ാം വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ 1:46. നഥാനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. സങ്കീർത്തനം 66:16. സങ്കീർത്തനം 66:16. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ഈ ഒരു ക്ഷണമാണ് ആദ്യമായി നടത്തുന്നത്. ഈ ക്ഷണത്തിൻ്റെ കാരണം ഇവളൊരു യഥാർത്ഥ പ്രഘോഷകയായി മാറി എന്നുള്ളതാണ്. അവളിലേക്കല്ല ക്ഷണിക്കുന്നത്, ക്രിസ്തുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇതാണ് ഏതൊരു നല്ല പ്രഘോഷകൻ്റെയും അടയാളം. 2 കൊരിന്തോസ് 4:5. 2 കൊരിന്തോസ് 4:5. ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെ കുറിച്ചല്ല, പ്രത്യുത യേശുക്രിസ്തുവിനെ കർത്താവായും യേശുവിന് വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായും ആണ്. ഇനി ഇവളുടെ കാര്യത്തിലേക്ക് ഒന്ന് ചെറിയൊരു സൂചന കൊടുക്കുകയാണ്. എന്താണ് അവിടെ സൂചന? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഈ പറയുന്ന ആരിലേക്കാണോ ഈ വ്യക്തി ആകർഷിക്കുന്നത്, ആ വ്യക്തിയിൽ ദിവ്യത്വമുണ്ടെന്ന് അവളുടെ ജീവിതം കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ദിവ്യത്വമുള്ള വ്യക്തിക്ക് ആന്തരിക രഹസ്യങ്ങൾ അറിയാമെന്നുള്ളതും ഹൃദയ രഹസ്യങ്ങൾ അറിയാമെന്നുള്ളതെല്ലാം വചനത്തിന് നമ്മൾ കാണുന്നതാണ്. 1 കൊരിന്തോസ് 4:5. 1 കൊരിന്തോസ് 4:5. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്.
കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. പ്രഭാഷകൻ 42:19. പ്രഭാഷകൻ 42:19. പ്രഭാഷകൻ 42. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. 1 കൊറിന്തോസ് 14:24. 1 കൊറിന്തോസ് 14:24. എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാക്കും. ദാനിയേൽ 2:22. ദാനിയേൽ 2:22. അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. ആമോസ് 3:7. ആമോസ് 3:7. ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. പ്രഭാഷകൻ 48:25. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. അവളുടെ കാര്യങ്ങൾ പറയാൻ എന്തുകൊണ്ട് ഒരു നാണക്കേട് വിചാരിക്കുന്നില്ല? അത് കാരണം ഇനിയുള്ളതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം എന്ന് അവളുടെ ഉള്ളിൽ കത്തുന്ന തീ. ആ തീയാണ് ഇനി അവൾക്ക് പ്രധാനപ്പെട്ട്. എനിക്ക് കിട്ടേണ്ട മഹത്വമോ എനിക്ക് ഉണ്ടാകാവുന്ന നാണക്കേടോ അതൊന്നും അവൾക്ക് വിഷയമല്ല. ഇനി അവളുടെ വിഷയം എനിക്ക് കിട്ടിയ തീ. ആ തീ എല്ലാവർക്കും കിട്ടണം, ആ അനുഭവം എല്ലാവർക്കും കിട്ടണം. ഇത് ഇവളിൽ ഒരു വലിയൊരു ജ്വാലയാണ്, അത് കത്തിപ്പടരുന്ന ജ്വാലയാണ്. അതാണ് ഇവൾ പങ്കുവെക്കുന്നത്. അതിലൂടെ അവൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്കാണ് ആൾക്കാരെ ആനയിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വളരെ എളിമയോടുകൂടിയാണ് അവൾ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താണത്? ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? ഇത്രയെല്ലാം പറഞ്ഞ് തീരുമാനം അവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്, നിർബന്ധിക്കല്ല ചെയ്യുന്നത്. ഇതെല്ലാം വെച്ച് നിങ്ങൾ നോക്ക്, ഇവനായിരിക്കുമോ ക്രിസ്തു? ഇതൊരു വളരെ ആന്തരികമായ ബോധ്യത്തിൽ നിന്ന് അപരനിലുള്ള ഇച്ഛാശക്തിയെ ഉണർത്തുന്ന ഒരു പ്രോത്സാഹജനകമായ ഒരു ചോദ്യമാണ്. അവിടെ കർത്താവിൻ്റെ നാമമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ഇത് ഇവളുടെ ഇല്ലായ്മയാണെങ്കിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും അതിലുള്ള അഭിമാനത്തെയുമാണ് ഈ വചനങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് നമുക്ക് പൗലോസ്ലീഹ 1 കൊരിന്തോസ് 1:26 മുതൽ 31 വരെയുള്ള വചനത്തിലൂടെ ആഴമായി ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും
പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമ്മൾ അഭിമാനിക്കുന്നത് എന്തിലാണ്? പ്രൈസ് ദ ലോർഡ്.